NSSന്റെ ഒരു ശാപവും ഉമ്മൻചാണ്ടിയുടെ മേൽ വീഴരുതെന്ന് പരസ്യമായി പറയുകയും എന്നാൽ കൃത്യമായി NSSന്റെ പിന്തുണ താൻ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു അന്ന് രമേശ് ചെന്നിത്തല. വളരെ കൃത്യമായ ഒരു കരുനീക്കമാണ് അന്ന് നടത്തിയത്. അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് എന്നേക്കുമായി എങ്ങനെയാണോ മഞ്ഞളാംകുഴിയിലെ 5ാം മന്ത്രിയായി തീർന്നത് അതേപോലെ രമേശ് ചെന്നിത്തല നായർ കോൺഗ്രസ്സുകാരനായി തീരുമായിരുന്നു. അതിൽ നിന്നാണ് രമേശ് ചെന്നിത്തല സ്വയം വിമോചിക്കപ്പെട്ടത്. ആ വിമോചനത്തിന് കിട്ടിയ ഫലമാണ് 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് എല്ലാ സമുദായങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെയുണ്ട്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്ന വാക്ക് മതനിരപേക്ഷത എന്നുള്ളതാണ്. ഒരു പരിധിവരെ ശരിയാണ് താനും. ഞാനും NSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് സംഘപരിവാറിൻ്റെ കയ്യിലേക്ക് അധികാരത്തിൻ്റെയോ പിന്തുണയുടെയോ ഒന്നും പടവാളോ ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ്. എത്ര അവസരങ്ങളുണ്ടായിരുന്നു. ശബരിമലയിലെ വിശ്വാസ സംരക്ഷണം നമ്മൾ കണ്ടതല്ലേ. ആ സമയത്ത് NSSൻ്റെ നിലപാട് BJPക്ക് അനുകൂലമായി വരുമെന്ന് ഭയന്നിരുന്നു ല്ലേ പലരും. പക്ഷേ NSS എടുത്ത നിലപാടെന്താ? BJP ഈ വിഷയത്തിൽ NSSനെ വഞ്ചിച്ചു എന്ന നിലപാടാണ് NSS കൈക്കൊണ്ടത്. ഇന്നിപ്പോൾ സുകുമാരൻ നായർ പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ അവർക്ക് 4 പാർട്ടിയിലും വിശ്വസിക്കാനുള്ള അവകാശം ഞാൻ കൊടുക്കും എന്നുള്ളതാണ്. വളരെ ഉറച്ചൊരു തീരുമാനമല്ലേ? സമദൂരം എന്നുള്ളതിന് സുകുമാരൻ നായർ സാർ നൽകുന്ന ഏറ്റവും നല്ല വിശദീകരണമായിട്ടാണ് എനിക്കത് തോന്നിയത്. ഇവിടെ വലതുവശത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ, രമേശ് ചെന്നിത്തല. അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ, മറ്റൊരു മകനാണ്. അയാൾ മറ്റൊരു പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരുടെ പേര് പറയുന്നില്ല കേട്ടോ. അതും അതിനകത്തെ സമർത്ഥമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.